ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ ശനി ഞായറും ഞാൻ നിങ്ങളോട് റിവൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് എല്ലാവരും റിവൈസ് ഒക്കെ ചെയ്യുന്നത്. ഇത്രയും നാള് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സ്ലൈഡുകളിലൂടെയും നോട്ട്സിലൂടെയൊക്കെ പോയോ? പലരും പോയിട്ടുണ്ടാവില്ല എനിക്കറിയാം, പക്ഷെ കുറച്ച് പേര് ചിലപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമ്മൾ ഒരു ഷിഫ്റ്റ് നടത്തുകയാണ്. എങ്ങനെയാണ് ഷിഫ്റ്റ് നടത്തുന്നത്? ഇപ്പൊ നമ്മളൊരു 4 മാസമായി നമ്മൾ ന്യൂസ് അനാലിസിസ് നമ്മൾ പരസ്പരം മീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ജൂണിലാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ബേസ് ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബേസിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യേണ്ടത്, ഇനി എത്ര ദിവസം കൂടിയുണ്ട് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട്? എത്ര ദിവസം കൂടിയുണ്ട്? 300 ദിവസം ഉണ്ടോ നമുക്ക് ഇനി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട്? 250, 275, എത്ര എത്ര ദിവസമാണ് ഇനി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ളത്? ഏകദേശം 240 ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. എത്രയാണ്? 240 ദിവസം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇനി കറണ്ട് അഫയേഴ്സും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സിനെ ലിമിറ്റ് ചെയ്യണം. ഓക്കെ, കറണ്ട് അഫയേഴ്സിനെ നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഇനി ഫ്രം ദ സെക്കൻഡ് ഫേസ്, ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റിയാലിറ്റിയെ മനസ്സിലാക്കിയിട്ടുള്ള സെക്കൻഡ് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഫേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മേജർ ഫോക്കസ് ഈസ് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ TCMന്റെ കണ്ടന്റ്, സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ഫസ്റ്റ് വിഷൻ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഓപ്ഷണൽ. ഏതാണ് സെക്കൻഡ് വൺ? ഈസ് ഒരു ഓപ്ഷണൽ. സോഷ്യോളജി ആയിക്കോട്ടെ, PSIR ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏത് ഓപ്ഷനിലാണോ ഓപ്ഷണലിന് ഫോക്കസ് കൊടുക്കുക അപ് ടു ഫെബ്രുവരി. ദെൻ മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, എങ്ങനെയാണ്? ആൻസർ റൈറ്റിങ്ങുകൾ, ഒരു വീക്ക്ലി ആൻസർ റൈറ്റിങ്ങുകൾ എടുത്തിട്ട് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ, നിങ്ങൾ എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റിക് പോർഷൻ ആൻഡ് മെയിൻസ് റിലേറ്റഡ് പ്ലസ് ഓപ്ഷണൽ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ കറണ്ട് അഫയേഴ്സ് എങ്ങനെ നോക്കും നമ്മൾ? കറണ്ട് അഫയേഴ്സും നമ്മൾ നോക്കും. കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഒരു ദിവസത്തിൽ ഇനി ടോട്ടൽ നിങ്ങളുടെ ന്യൂസ് അനാലിസിസ് കാണുന്നതും നിങ്ങളുടെ പത്രം വായനയും, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻസ് തരാറുണ്ട് നമ്മൾ. അതേപോലെ ഇതെല്ലാത്തിനും കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം 1 മണിക്കൂറിൽ കൂടാനായിട്ട് പാടില്ല. എത്രയായിരിക്കണം? 1 മണിക്കൂറിൽ നിങ്ങൾ കൂടാനായിട്ട് പാടില്ല. കറണ്ട് അഫയേഴ്സ് 1 മണിക്കൂറിന് മേലെ കൊടുക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഫ്രം സെപ്റ്റംബർ ടു ഫെബ്രുവരി. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഗോയിങ് ടു ഷിഫ്റ്റ് അവർ പാറ്റേൺ. എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ കറണ്ട് അഫയേഴ്സിനെ 30 മിനിറ്റിലേക്ക് ലിമിറ്റ് ചെയ്യും. കൂടിപ്പോയി കഴിഞ്ഞാൽ 39 അല്ലെങ്കിൽ 40 മിനിറ്റ്സിലേക്ക് നമ്മൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സിന്റെ ന്യൂസ് അനാലിസിസ് ഡിസ്കഷൻ നമ്മൾ ലിമിറ്റ് ചെയ്യും. അപ്പോ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു വീക്കിലായിട്ട് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് ആയിട്ട് നമ്മൾ നമ്മളുടെ വീഡിയോസ് ഒരു 30 മിനിറ്റ്സിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മളൊരു 30 മിനിറ്റിലേക്ക് നമ്മൾ ചുരുക്കുമ്പോൾ അതിലുണ്ടാകുന്ന കണ്ടന്റുകളുടെ ലോസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ ഒരു 1 വീക്ക്, ലാസ്റ്റ് 1 വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇനി കറണ്ട് അഫയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു പ്ലാൻ, നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ ഇനി 30 to 40 മിനിറ്റിനുള്ളിൽ നമ്മൾ എൻഡ് ചെയ്യും. അങ്ങനെ ഒരു 30 to 40 മിനിറ്റ്സിലായിരിക്കും നമ്മളുടെ ഡിസ്കഷൻ പോവുക. ദെൻ നിങ്ങൾക്ക് ഞാൻ ഒരു കറണ്ട് അഫയേഴ്സിന്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സെഷൻ തരും. അതിലെന്താണ്? അതില് ഒരു മാസത്തെ 100 പ്രിലിംസ് ക്വസ്റ്റ്യൻസ്, ഏകദേശം 100 പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരും. അത് നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യും. അത് എത്ര സമയം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അത് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യും. ലൈവ് ഇൻ ദ സെൻസ് റെക്കോർഡ് ആയിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇടുന്ന പോലെ തന്നെ നമ്മൾ ക്ലാസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യും. സോ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്. ഡെയിലി ഞാൻ പത്രം ഒന്ന് ഓടിച്ചു നോക്കും, കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് ഒന്ന് കാണും. ദെൻ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ 100 ചോദ്യങ്ങൾ ഞാൻ ചെയ്യും. അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ട്, പ്രിലിംസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് 100 ചോദ്യങ്ങൾ. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. പോളിറ്റിയിൽ നിന്ന് ഇത്ര, ജോഗ്രഫിയിൽ നിന്ന് ഇത്ര, എന്താണ് നമ്മളുടെ
എക്കോളജിയിൽ നിന്ന് ഇത്ര, അങ്ങനെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ യു ഹാവ് വെൻ വി കംപ്ലീറ്റ് ദാറ്റ് പ്രോസസ്, നമ്മളുടെ കയ്യിൽ ഒരു 1200 കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മളൊരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് 1200 ചോദ്യം, അതായത് ജാനുവരി 1 മുതൽ, ജാനുവരി 1 2025 മുതൽ ഡിസംബർ 2025 വരെയുള്ള 12 മാസത്തെ 100 കറണ്ട് അഫയേഴ്സ്, മീൻസ് 1200 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അത് കുറച്ച് ലെങ്തി പ്രോസസ് ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യണം? ഡെയിലി കറണ്ട് അഫയേഴ്സ് 1 മണിക്കൂറിൽ കൂടുതൽ ഇനി കൊണ്ടുപോകരുത്. എങ്ങനെ? പത്രം വായനയും അതുമായിട്ടുള്ള ആൻസർ MCQs ചെയ്യുന്നതും നിങ്ങളുടെ ഡെയിലി ന്യൂസ് അനാലിസിസും എല്ലാം നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ലിമിറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കിക്കൊള്ളാം. സ്റ്റാറ്റിക് പോർഷന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഈ സമയം സ്റ്റാറ്റിക് പോർഷൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഹ്യൂജ് ടൈമാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരു പ്രശ്നമില്ല. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്താൽ തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളുടെ ഫ്രം സെപ്റ്റംബർ ഓൺവേർഡ്സ്, സെപ്റ്റംബർ അല്ല ഒക്ടോബർ ഓൺവേർഡ്സ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഇതായിരിക്കും. ദെൻ നമ്മളുടെ MCQസിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസം, നമ്മൾ ജാനുവരി തുടങ്ങി ഡിസംബർ വരെയുള്ള എല്ലാ മാസവും കവർ ചെയ്യും. സോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസങ്ങൾ നമ്മൾ തീർക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. സോ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസമായിരിക്കും, അതായത് ഒരു 15 ഡേയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മന്തിലെ കറണ്ട് അഫയേഴ്സ് തീരുക. ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യണം. സോ ഇതിനൊരു ടൈം ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഒരു 15 ഡേയ്സിന്റെ ഗ്യാപ്പിലായിരിക്കും ഞാൻ ഈ കറണ്ട് അഫയേഴ്സുകൾ പ്ലേസ് ചെയ്യും. അപ്പോ നിങ്ങളത് ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ കണ്ടു തീർക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, നമ്മളത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു സെഷനിൽ ഞാൻ പറയാം. ഓക്കെ, അതിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നില്ല. കമ്പാർട്ട്മെന്റലൈസ് ആയിരിക്കും. ഒരു കമ്പാർട്ട്മെന്റ് തീർത്ത് പോവുക. ഓക്കെ, പൊളിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് കമ്പാർട്ട്മെന്റലൈസേഷൻ. നമ്മൾ ബഡ്ജറ്റുകളൊക്കെ ഇത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഒരു ബില്ല് പാസ്സായി കഴിയുമ്പോൾ കമ്പാർട്ട്മെന്റലായിട്ട് നമ്മൾ അതിനെ പാസ്സാക്കി വിടുന്ന ഒരു പ്രക്രിയയുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സിനെ നമ്മൾ കമ്പാർട്ട്മെന്റുകളാക്കിയിട്ട് നമ്മൾ പാസ് ചെയ്ത് വിടാൻ പോവുകയാണ് നമ്മളുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള കറണ്ട് അഫയേഴ്സിന്. ഓക്കെ, സോ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഇനി നമുക്ക് പോകാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കമന്റ് സെഷനിലേക്കോ ഇടും. ഞാൻ എല്ലാ കമന്റ്സും നിങ്ങളുടെ കാണാറുണ്ട്, നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ കാണാറുണ്ട്. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. സോ അതെല്ലാം തന്നെ ഞാൻ കാണുന്നുണ്ട്. സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോയാൽ ഇതാണ് നമ്മളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഞാനൊരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് ഫസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. കുറച്ചും കൂടി ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് തരുന്ന ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. ആൻഡ് എംഗൽസ് പോസ് ഇൻ ആൻ AI ഷേപ്ഡ് വേൾഡ്. ആരാണ് ഈ എംഗൽസ്? മാർക്സിനെയും എംഗൽസിനെയും അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഓക്കെ, കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, സോ കേരളത്തിന് പ്രത്യേകമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ചരിത്രം ഉള്ളതുകൊണ്ട് എംഗൽസിനെ പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഒരു സോഷ്യലിസ്റ്റ് ഫിലോസഫർ ആണ് ഈ എംഗൽസ് എന്ന് പറയുന്നത്. സോ എംഗൽസ് പോസ് എന്താണ്? ഈ എംഗൽസ് പോസ്, എംഗൽസ് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എംഗൽസിന്റെ ഫിലോസഫിയിൽ നിന്ന് ഉദിച്ചു വരുന്നിരുന്ന ഒരു എക്കോണമിക് സിറ്റുവേഷൻ ആണ്. എന്താണ് ഈ എക്കോണമിക് സിറ്റുവേഷന്റെ പ്രത്യേകത? അതായത് എന്താണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ദ സെൻസ് നമ്മളുടെ വ്യാവസായിക വിപ്ലവം 1800 കാലഘട്ടങ്ങളിലാണ്. 1800 കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. ദെൻ വേറെ എന്താ കണ്ടുപിടിച്ചേ? വഞ്ചി കപ്പൽ കണ്ടുപിടിച്ചു. അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരുപാട് ഫാക്ടറീസ് ക്രിയേറ്റ് ചെയ്തു, ചേരികൾ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ AI വേൾഡിനെ എന്താ പറയുന്നേ? ഇൻഡസ്ട്രി 4.0 എന്നല്ലേ പറയുന്നേ? AI വേൾഡിനെ അതായത് മറ്റൊരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ സമയത്ത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ്? എംഗൽസ് പോസ്. സോ വാട്ട് ഈസ് എംഗൽസ് പോസ്? എംഗൽസ് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിക് പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്.
അതായത് ഫാക്ടറികൾ വരുന്നു. 1800 കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ ഫാക്ടറികൾ വരുന്നു, ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് സാധാരണ ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വർക്കേഴ്സിലേക്ക് എത്തുന്നുണ്ടോ, ലംപൻ പ്രോലിറ്ററേറ്റിലേക്ക് എത്തുന്നുണ്ടോ? മാർക്സ് കണ്ടുപിടിച്ചൊരു പേരാണ്. ഹിസ്റ്ററി ഇല്ലാത്തവരെ സാധാരണക്കാരായിട്ടുള്ളവർ വിളിക്കുന്ന ഒരു പേരാണ് ലംപൻ പ്രോലിറ്ററേറ്റ്. പ്രോലിറ്ററേറ്റ് വിപ്ലവം വരും എന്നൊക്കെയാണ് മാർക്സ് പറയുന്നത്. സോ ഈ ലംപൻ പ്രോലിറ്ററേറ്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് എന്ത് ഈ എംഗൽസ് ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ. അതായത് പണക്കാർ കൂടുതൽ പണക്കാരാവുകയും സാധാരണക്കാർ കൂടുതൽ സാധാരണക്കാരാവുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ് നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ എക്കോണമിക് പ്രൊഡക്ടിവിറ്റി സാധാരണ ആളുകളിലേക്ക് എത്തുന്നില്ല. ഓക്കെ, ആ ഒരു ഹിസ്റ്ററിയുടെ റിപ്പറ്റീഷൻ എവിടെയും വരുന്നു, നമ്മളുടെ ഇൻഡസ്ട്രി 4.0യിലേക്കും എത്തുമ്പോൾ വരുന്നു. അതായത് ടെക്നോളജി വരികയാണ്. ടെക്നോളജി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു, ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പല കമ്പനികളും പറയുന്നത് അവരുടെ 35% പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. എത്രയാണ്? 35% പ്രൊഡക്ടിവിറ്റി. എന്നാൽ സാലറീസ് എത്ര ഇൻക്രീസ് ചെയ്തു? കേരളത്തിലല്ല, ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യവസായി, TCSന്റെ ഒക്കെ ഇൻഫോസിസിന്റെ പ്രമുഖ വ്യവസായി, സ്ഥാപകനൊക്കെ ആയിട്ടും CEO ഒക്കെ ആയിട്ടുള്ള ആള് ഒരു ദിവസം പറയുകയുണ്ടായി, നമ്മളുടെ വിവാദമായ ഒരു പ്രസ്താവന എടുത്തിട്ടുണ്ടായി. ഇന്ത്യക്കാരെ 72 മണിക്കൂർ എങ്കിലും ഒരാഴ്ചയിൽ പണിയെടുക്കണം. മിനിമം 72 മണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ പണിയെടുക്കണം. അദ്ദേഹത്തിനോട് അന്ന് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തതിനനുസരിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേതനം തന്നിട്ടുണ്ടോ? അതിനൊന്നും അദ്ദേഹം റിപ്ലൈ ചെയ്ത് കണ്ടില്ല. സോ ആ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു യൂസ് ചെയ്തുകൊണ്ട്, എന്നാൽ വേതനം ഇൻക്രീസ് ചെയ്തോ? ആ ഒരു കാര്യത്തിലാണ് ഈ എംഗൽസ് ഫോഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ എംഗൽ ഫോഴ്സ് എന്താണ്? എംഗൽസ് ഫോഴ്സ് നമ്മളുടെ ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി സാധാരണ ആളുകളിലേക്ക് വരുന്നില്ല. അത് നമ്മളുടെ ഡെമോക്രാറ്റിക് രീതിയിൽ എല്ലാവരിലേക്കും കൊടുക്കുന്നില്ല. സോ ഈ അന്തരം ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, ഈ അന്തരം വലുതാവുകയാണ്. ഓക്കെ, സോ ഇതിനുള്ള കാരണങ്ങൾ എന്താണ്? ഇതിനുള്ള കാരണങ്ങൾ ഇവിടെ 4 കാരണങ്ങളാണ് ഇദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി വിതൗട്ട് വേജ് ഗ്രോത്ത്. നമ്മൾ പറഞ്ഞു പ്രൊഡക്ടിവിറ്റി ഉണ്ട്, പക്ഷെ വേജ് ഗ്രോത്ത് ഇല്ല. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോംപ്ലിമെന്റ് ഗുഡ്സിന്റെ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് ഈ കോംപ്ലിമെന്ററിയും കോമ്പറ്റീറ്റീവ് ഗുഡ്സും? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാർ വാങ്ങിച്ചു. കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കോംപ്ലിമെന്ററി ഗുഡ് വാങ്ങിക്കും? നിങ്ങൾ പെട്രോൾ കോംപ്ലിമെന്ററി ആണ്. അതായത് കാരണം എന്താ? പെട്രോൾ ഇല്ലാണ്ട് നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സോ കാർ വാങ്ങിക്കുന്ന ഒരാള് കോംപ്ലിമെന്ററി ആയിട്ട് എന്തുകൂടി വാങ്ങിച്ചിരിക്കണം? അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എന്ത് വാങ്ങിച്ചിരിക്കണം? നിങ്ങൾ പെട്രോൾ കൂടി വാങ്ങിച്ചിരിക്കണം, ഇല്ലേ? കാർ വാങ്ങിച്ച ഒരാള് എന്താണ്? ടയർ വാങ്ങിച്ചിരിക്കണം. സോ കാറിന്റെ കോംപ്ലിമെന്ററി ഗുഡ് എന്താണ്? പെട്രോൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്. ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? എക്കണോമിക്സിലേക്ക് ഞാനൊന്ന് പോവുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചായപ്പൊടിയുടെ വില ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ചായപ്പൊടിയുടെ വില ഇൻക്രീസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാപ്പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മളുടെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന കിച്ചണിലെ എക്കണോമിക്സിനെ കുറിച്ച് പറയാം. നമ്മളുടെ കോക്കനട്ട് ഓയിലിന്റെ വില ഇൻക്രീസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാനില്ല, നമ്മൾ സൺഫ്ലവർ ഓയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഒന്നിന്റെ വില കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റേത് വാങ്ങിക്കും, എന്നിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ആകും. പക്ഷേ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കാര്യത്തിൽ, അതായത് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പ്രക്രിയ നടക്കില്ല. കാരണം എന്താ? ഒന്നിന് മറ്റൊന്ന് കോംപ്ലിമെന്ററി ആയിട്ടാണ് നിൽക്കുന്നത്. മറ്റതില്ലാണ്ട് ഇതിന് ജീവിക്കാൻ പറ്റില്ല. തൊമ്മനും മക്കളും പോലെയാണ്. തൊമ്മനില്ലാണ്ട് മക്കളില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തൊമ്മനും മക്കളും പോലെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. പെട്രോളും നമ്മളുടെ വെഹിക്കിളും, അതല്ലെങ്കിൽ കാറും പോലെ. പെട്രോൾ ഇല്ല, കാറിൽ വാങ്ങിക്കുന്ന ഒരാള് ഓട്ടോമാറ്റിക്കലി എന്ത് വാങ്ങിച്ചിരിക്കും? നമ്മളുടെ
ഗുഡ്സ് നമ്മൾ പെട്രോൾ വാങ്ങിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കാർ വാങ്ങിക്കുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കലി പെട്രോൾ വാങ്ങിച്ചിരിക്കും, ഒരു കോഡ് വന്നു, സോറി. അപ്പോൾ അതിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സോ ഇവിടെ പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് AI വന്നു. AI നമ്മളുടെ സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് സെക്ടറിലും ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷേ അതെന്ത് ചെയ്തു? സ്കിൽസ്. ഇപ്പൊ AI അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എംപ്ലോയീസിനെ സ്കില്ല് ചെയ്യണം, എംപ്ലോയീസിന് സർട്ടിഫിക്കറ്റുകൾ വേണം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. AI മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. 2 GB നെറ്റ് കൃത്യമായിട്ട് വരുന്നില്ല, AI കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോ ഈ 35% പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തത് ഓട്ടോമാറ്റിക്കലി ഈ കോംപ്ലിമെന്ററി ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് ചാനലൈസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ എംഗൽസ് ഫോഴ്സ് വരുന്നത്. ദെൻ വൈഡ് സ്പ്രെഡ് ജോബ് ട്രാൻസ്ഫോർമേഷൻ. ജോബ് ട്രാൻസ്ഫോം ചെയ്തു. അതായത് 12,000 പേരെ നമ്മളുടെ ഇന്ത്യൻ കമ്പനി തന്നെ പിരിച്ചുവിട്ടു. ഓക്കെ, 12,000 പേരെ ഇന്ത്യൻ മേഖലയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. ദെൻ ചെറുകിട ജോലികളെല്ലാം, അതായത് ഏറ്റവും താഴെത്തട്ടിൽ ഒരു ക്ലറിക്കൽ ജോബുകൾ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ആര് കൈയടക്കാൻ തുടങ്ങി? നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈയടക്കാനായിട്ട് തുടങ്ങി. ദെൻ ഡീപ്പനിങ് ഗ്ലോബൽ ഇൻഇക്വാലിറ്റി. അസന്തുലിതാവസ്ഥ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് റിസോഴ്സസ് ഉള്ളവൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഫോർ എക്സാമ്പിൾ അമേരിക്ക, ചൈന. അന്ന് അമേരിക്കയും ചൈനയും എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവര് അതിൽ നിന്ന് ലാഭം കൊയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ആഫ്രിക്കൻ കൺട്രീസ് അവരെന്തായിരുന്നു? അവര് ഭക്ഷണം കിട്ടുന്നില്ല, അതുകൊണ്ട് അവര് AI കുറിച്ച് ചിന്തിച്ചില്ല. അവര് വീണ്ടും ദരിദ്രരായിട്ട് മാറി. സോ ആ ഒരു ഇനീക്വാലിറ്റി, ആർക്കാണോ റിസോഴ്സസിന്റെ മേലെ കെൽപ്പുള്ളവൻ, ആരാണോ അധികാരം കൈയടക്കുന്നവൻ, റിസോഴ്സസിന്റെ മേലെ കെൽപ്പുള്ളവൻ, അവര് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? അവര് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കൂടുതൽ റിസോഴ്സസുകളും കൂടുതൽ പ്രോഫിറ്റുകളും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് വരുന്നത്? ഈ എംഗൽസ് ഫോഴ്സ് സംഭവിക്കുന്നത്. ഓക്കെ, സോ എംഗൽസ് ഫോഴ്സ് സംഭവിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ഈ ഓദർ പറയുന്നത്. ഇതിനെങ്ങനെ നമുക്ക് നമ്മളുടെ ആൻസറുകളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ആൻസർ എഴുതിയിരിക്കുകയാണ്, കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കൺക്ലൂഷൻ എത്തിക്കഴിയുമ്പോൾ ദ എയിം ഓഫ് ദ ന്യൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേൾഡ് ഈസ് ടു ക്രിയേറ്റ് എ ഡെമോക്രാറ്റിക് പ്രൊസീജിയർ എന്നോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഈക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്ന് എഴുതുന്നതിന് പകരം ദ എയിം ഓഫ് ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു മേക്ക് ദ വേൾഡ് നോട്ട് അഗെയിൻ ഇൻ ടു എംഗൽസ് ഫോഴ്സ് എന്നൊരൊറ്റ വരി എഴുതി കഴിഞ്ഞാൽ വായിക്കുന്നവർ വിചാരിക്കും ഇവൻ എന്തോ അറിയാം, എംഗൽസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്തോ വലിയ കാര്യമായിട്ട് എന്തോ പഠിച്ചിട്ടുള്ളവനാണ് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ വരും. ഓക്കെ, സോ ഇത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള ആർട്ടിക്കിളാണ്. സോഷ്യോളജി ആസ്പിറൻസ് അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വിട്ട് കളയാൻ പാടില്ല, സോഷ്യോളജിയും എക്കണോമിക്സും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ആർട്ടിക്കിളാണ്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യോളജി പഠിക്കുന്നവർക്ക് ഒരു പേര് കൂടി പറഞ്ഞുതരാം, കെയ്നീഷ്യൻ വെൽഫെയറിസം. കെയ്നീഷ്യൻ വെൽഫെയറിസം അല്ല, നമ്മളുടെ മറന്നുപോയി, കെയ്നീഷ്യൻ വെൽഫെയറിസം അല്ല, അത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മളുടെ ഫാബിയൻ സോഷ്യലിസം. കെയ്നീഷ്യൻ വെൽഫെയറിസം അല്ല, ഫാബിയൻ സോഷ്യലിസം. അതായത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ സംഭവിച്ചിരുന്ന സമയത്ത് UK ഉണ്ടായി വന്നിരുന്ന ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സോഷ്യലിസം വെറൈറ്റിയാണ് ഈ ഫാബിയൻ സോഷ്യലിസം. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, എന്താണെന്ന് കണ്ടുപിടിക്കുക. ഫാബിയൻ സോഷ്യലിസം, നോർമൽ ആയിട്ടുള്ള സോഷ്യലിസവും ഫാബിയൻ സോഷ്യലിസവും തമ്മിൽ എന്താണ് വ്യത്യാസം? സോ UK പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യലിസത്തിന്റെ വെറൈറ്റിയാണ് ഈ ഫാബിയൻ സോഷ്യലിസം എന്ന് പറയുന്നത്. നെഹ്റു ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഈ ഫാബിയൻ സോഷ്യലിസത്തെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ ബുക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു സേവിങ് ഫുഡ്. അതായത് ഇന്ത്യയിലും ലോകത്തും ഒരുപാട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ ഇരട്ടി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എത്ര ശതമാനത്തോളം, 15-20% ഫുഡ് വേസ്റ്റ് ആക്കി പോവുകയാണ്. അതൊരു ഹ്യൂജ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ. സോ
എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്? ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് അവയർനെസ് ഓഫ് ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റ്. ഓക്കെ, സോ ഫുഡ് വേസ്റ്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ 29. അത് മാത്രമല്ല, ഇന്ന് വേൾഡ് ഹേർട്ട് ഡേ ആണ്, ഹൃദയ ദിനമാണ്. ഹേർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം. UPSC പ്രിപ്പറേഷനിലൊക്കെ ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പറേഷൻ ആണ്, പക്ഷെ നിങ്ങളുടെ ഹെൽത്തും കൂടി നിങ്ങൾ മാറ്റർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഹെൽത്തിനെ വിട്ടിട്ട് വെൽത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, തിരിച്ചു വരാം. അപ്പോ ഈ ഒരു ഡിസ്കഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി നമ്മളുടെ ഫുഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിലുള്ള ലോസ് ആണ്. അതായത് ഇന്ത്യയിൽ ഏകദേശം 1.5 ട്രില്യൺ ഫുഡ് റിസോഴ്സുകൾ ഒരു വർഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നശിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് വേസ്റ്റ് ആക്കി കളയുന്നു, അല്ലെങ്കിൽ നശിച്ചു പോകുന്നു, എലി വന്ന് കയറി നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാഴാക്കി കളയുന്നു. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1.5 ട്രില്യൺ ഫുഡ് വെച്ചാണ്. ഏകദേശം 4% GDP-യുടെ 4% അടുത്ത് ഫുഡ് വേസ്റ്റ് ആകുന്നുണ്ട്. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. നമ്മൾ ദരിദ്ര രാജ്യങ്ങളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്തില് അതിദരിദ്രര് കൂടുതലാണ്. ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണക്ക് കണ്ടു, വേൾഡ് ബാങ്കിന്റെ കണക്ക് കണ്ടു. ഇന്ത്യയിൽ അതിദരിദ്രരൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കേരളത്തിലാണ് അതിദരിദ്രരില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലോകത്തെ നമ്മളുടെ ഫുഡ് സപ്ലൈ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, നമ്മളുടെ ഒരു മോറൽ ഉത്തരവാദിത്വം നമ്മൾ കയ്യിലെടുത്ത്. ഓക്കെ, സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. എന്താണ് നമുക്ക് ഇതിനെതിരെ ചെയ്യാൻ പറ്റുക? രണ്ടാമത്, ഈ ഫുഡ് ലോസും ക്ലൈമറ്റുമായിട്ടുള്ള കണക്ഷൻ. ഓക്കെ, ഫുഡ് ലോസിന് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഫുഡ് ലോസ് ആക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഒരു തവി അരി കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കളയും. ഓക്കെ, അതിന് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് കണക്ഷൻ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കൂട്ടാനായിട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഫുഡിന് സാധിക്കും. എങ്ങനെയാ സാധിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് കൂട്ടാനായിട്ട് നിങ്ങളുടെ ഫുഡിന് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരു ഫുഡ് നശിപ്പിച്ച് കളഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കിലോ അരി നിങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞു. 1 കിലോ അരി ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യയിലെ എത്ര വാട്ടർ റിസോഴ്സസുകൾ യൂസ് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രോപ്പാണ് ഇന്ത്യയിൽ നമ്മളുടെ റൈസ് ആൻഡ് ഷുഗർ കീൻ കൾട്ടിവേഷൻ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, സസ്റ്റൈനബിളി കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രിപ്പറേഷൻ ആണ് നമ്മളുടെ അരിയും വീറ്റും കൾട്ടിവേഷൻ. സോ 1 കിലോ അരി നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്? ഫോർ എക്സാമ്പിൾ, 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിശ്ചിത അളവ് കാർബൺ എമിഷൻ നമ്മൾ നടത്തണം. ഓക്കെ, സോ അത് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ദെൻ സെയിം ക്വാണ്ടിറ്റി നമ്മൾ വീണ്ടും ഉണ്ടാക്കണം. എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് വീണ്ടും അരി വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അരി കഴിക്കണമെങ്കിൽ വീണ്ടും വാങ്ങിക്കണം നിങ്ങൾ. സോ നിങ്ങൾ ഇരട്ടി കൺസ്യൂം ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 4 ഇരട്ടി കാർബൺ എമിഷൻ കൂടുതലായിട്ട് വരും. അതാണ് എന്ത്? ക്ലൈമറ്റും ഫുഡ് ലോസും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ക്ലൈമറ്റും ഫുഡ് ലോസും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? നമ്മൾ പാഴാക്കുന്നതിനനുസരിച്ചിട്ട് അതിന് വേണ്ട, ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട നമ്മുടെ എൻവിറോൺമെന്റൽ റിസോഴ്സസുകൾ, എക്കോളജിയിൽ ഒരു ടേം പറയും എക്കോളജിക്കൽ സർവീസസുകൾ നമ്മൾ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാണ്. അത് കൂടും. ഓക്കെ, എന്തൊക്കെ മേഖലയിലാണ് ഫുഡുകൾ ലോസ് ആയി പോകുന്നത്? പെർട്ടിക്കുലർലി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ മഹാരാഷ്ട്രയിൽ ഉള്ളി കൾട്ടിവേറ്റ് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നു? നമ്മളുടെ പച്ചക്കറി കൾട്ടിവേറ്റ് ചെയ്യുന്നു, തക്കാളി കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഒഡീഷയിലെ ഒരു മാർക്കറ്റിൽ എനിക്ക് ഉപയോഗിക്കണം, തക്കാളി അവിടെ എത്തുമ്പോഴേക്കും ചീഞ്ഞു പോകും. ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, കർഷകൻ അവിടെ ഇരുന്ന് കരഞ്ഞോളുക എന്നതായിരുന്നു 2014 വരെയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഒരു ഇംപ്ലിക്കേഷൻസ്. പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൾഡ് സ്റ്റോറേജുകളിൽ ഹ്യൂജ്ലി ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇന്ത്യ നേരിടുന്ന മേജർ ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻസ് ആണ്. വിച്ച് മീൻസ് കോൾഡ് സ്റ്റോറേജുകൾ ഇല്ല നമുക്ക്. ഇതെങ്ങനെ കോൾഡ് സ്റ്റോറേജുകൾ നടത്താമെന്നുള്ളതാണ് നമ്മൾ കുറെ നാളുകളായിട്ട് നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സോ മേജർ പ്രോബ്ലം എന്താണ്? റൂട്ട് കോസ് എന്താണ്? ഫ്രാഗ്മെന്റഡ് സപ്ലൈ ചെയിനുകളാണ്, കോൾഡ് സ്റ്റോറേജുകൾ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഈ കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ട്
ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആയിക്കോട്ടെ, AI ഫോർകാസ്റ്റിംഗ് ആയിക്കോട്ടെ, ദെൻ എന്താണ് മൊബൈൽ ആപ്പ്, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ. സോ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫുഡ് ലോസുകൾ കുറയ്ക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ മേജർലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എവിടെയാണ്, നമ്മളുടെ എന്ത് കോൾഡ് സ്റ്റോറേജുകളുടെ കാര്യത്തിലും. സോ കോൾഡ് സ്റ്റോറേജിന്റെ കാര്യത്തിലും ഗവൺമെന്റ് ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ എടുക്കുന്നുണ്ട്. സമ്പട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സമ്പട അല്ലെ സമ്പാദ, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ദെൻ എന്താണ് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ദെൻ ഡിഫറെന്റ് സെക്ടറുകൾ, ഇപ്പോ എന്താണ് കേരള എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരള സ്മോൾ അഗ്രി കോർപ്പറേഷൻ, സോ സ്മോൾ അഗ്രി ഫിനാൻസ് കോർപ്പറേഷൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ വാല്യൂ ആഡഡ് ചെയ്യാൻ, അവരുടെ സംസ്ഥാനത്ത് തന്നെ വാല്യൂ ആഡഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം, അവർക്ക് അത് കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് കൂടാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാങ്ങ സീസൺ വരികയാണ്, കേരളത്തിലെ മാങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, അവരുടെ മാങ്ങ മഹാരാഷ്ട്ര മാർക്കറ്റിലോ അല്ലെങ്കിൽ കാശ്മീർ മാർക്കറ്റിലോ എത്താനായിട്ട് ഒരു 12 ദിവസം എടുക്കും എന്ന് വിചാരിക്കുക. 12 ദിവസം എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ മാങ്ങ ചീത്തായി പോയിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ ഇത് വാല്യൂ ആഡ് ചെയ്തു അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ചെയ്തു, ഇതിന്റെ ഒരു ഷെൽഫ് ലൈഫ് ഒരു 20 to 30 ദിവസമാക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകത്തിന്റെ ഡിഫറെന്റ് പാർട്ടുകളിലേക്ക് ഈ മാങ്ങ എത്തിക്കാം. സോ എക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കൂടിയിട്ട് ഇതിനുണ്ട്. സോ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചെറിയ ടോപ്പിക്കാണ്, അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും അതൊന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് കേസ് ഈസ് റിലേറ്റഡ് ടു ഫിസ്ക്കൽ പാരഡോക്സ്. അതായത് നമ്മളുടെ യോഗി ആദിത്യനാഥിന്റെ UP സർക്കാർ റവന്യൂ എന്താണ് ഡെഫിസിറ്റ് അല്ല, റവന്യൂ സർപ്ലസ് ക്രിയേറ്റ് ചെയ്തു. എത്രയാണ്, 48,000 കോടിയുടെ റവന്യൂ സർപ്ലസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കേരളത്തിന്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോവുകയാണ് എങ്ങനെയാണ് സ്റ്റേറ്റുകളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റേറ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ, ചെറിയ സംസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിന്റെ റവന്യൂ റെസീപ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന വരുമാനം എന്തിൽ നിന്നാണ്? റവന്യൂ റെസീപ്റ്റുകൾ എന്തൊക്കെയുണ്ട്? റവന്യൂ റെസീപ്റ്റ്, ക്യാപിറ്റൽ റെസീപ്റ്റ്, 2 റെസീപ്റ്റ് ഉണ്ട്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആകം പഠിച്ചു വെച്ചിരിക്കണം. ബേസിക്കുകളിലേക്ക് പോകാനായിട്ട് സമയമില്ല. സോ റവന്യൂ റെസീപ്റ്റ്, ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇതിൽ റവന്യൂ റെസീപ്റ്റിൽ എന്തൊക്കെ പെടും? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ദെൻ അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ വരും. ഇതില് റവന്യൂ റെസീപ്റ്റിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ റവന്യൂ റെസീപ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? മദ്യമാണോ? അല്ല. റവന്യൂ റെസീപ്റ്റിൽ ഏറ്റവും കൂടുതൽ GST വരുമാനമായിരിക്കും. ഒരു സ്റ്റേറ്റിന് ലഭിക്കേണ്ട GST വരുമാനങ്ങളായിരിക്കും. വിച്ച് മീൻസ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പല സംസ്ഥാനങ്ങളുടെയും, ഓൾമോസ്റ്റ് ഒരു 99% സംസ്ഥാനങ്ങളുടെയും ഏറ്റവും കൂടുതലുള്ളത്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് എന്താണ്? GST ആണ്. നമ്മൾ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിയുമ്പോൾ GST, എന്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും GST. സോ GST വരുമാനമാണ് ഒരു സംസ്ഥാനത്തിന്റെ, കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ. അപ്പോ മദ്യമില്ലേ? നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പറഞ്ഞു കിടക്കുന്നത് മദ്യത്തിന്റെ പൈസ എന്നാണ്. നമ്മളെല്ലാവരും ഭയങ്കര പൈസ ഉണ്ടാക്കുന്നത്, ഭയങ്കര ലാഭം ഉണ്ടാക്കുന്നത്, മദ്യവും ലോട്ടറിയും ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? പാർഷ്യലി ശരിയാണ്. എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം? കേരളത്തില് നമ്മളുടെ GST വരുമാനം 41%, ഏകദേശം 42%. എന്നാൽ നമ്മളുടെ മദ്യത്തിൽ നിന്നും പെട്രോളിൽ നിന്നും, ഫോർ എക്സാമ്പിൾ GSTയിൽ മദ്യവും പെട്രോളിയവും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിനെ മറ്റൊരു സെയിൽസ് ടാക്സ് ആയിട്ടോ നമ്മുടെ സംസ്ഥാനങ്ങൾ വാങ്ങുന്നു. GSTയിൽ ഉൾപ്പെടുത്തുക, അതുകൊണ്ട് മറ്റൊരു സെയിൽസ് ടാക്സ് ആയിട്ട് മദ്യത്തിൽ നിന്നും പെട്രോളിൽ നിന്നും വരുന്ന തിരിവുകളെ വാങ്ങുന്നു. അത് ഏകദേശം 37%. എത്രയാണ്? 37%. വിച്ച് മീൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന GST, വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊടുക്കുന്ന GST, ഇതോടൊപ്പം തന്നെ കുറച്ച് ആളുകൾ വാങ്ങുന്ന മദ്യത്തിൽ നിന്നും പെട്രോളിൽ നിന്നും, മദ്യം മാത്രമല്ല പെട്രോളിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സെയിൽസ് ടാക്സിൽ നിന്നും 37% വരുന്നുണ്ട്. ഓക്കെ, സോ പറയുമ്പോൾ നമുക്ക് പറയാം 41% ഞങ്ങളുടെ GST ആണ്, നിങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് പറയാം. എന്നാൽ അങ്ങനെയല്ല. ദെൻ സോ ആദ്യം GST ആണ്, സെക്കൻഡ് സെയിൽസ് ടാക്സ് ആണ്, സെയിൽസ് ഓഫ് പെട്രോളിയം ആൻഡ് മദ്യം, വിച്ച് മീൻസ് എന്താണ് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. മൂന്നാമത്തെ കേസ്
മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ടാക്സ് അടയ്ക്കുന്നതാണ് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള വരുമാനങ്ങളിൽ പറയുന്നത്, റവന്യൂ റെസീപ്റ്റുകളിൽ വരുന്നത്. ദെൻ നോൺ ടാക്സ് റവന്യൂ, ടാക്സ് ഇതര വരുമാനം. ടാക്സ് ഇതര വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ്? കേരളത്തിൽ 71% ടാക്സ് ഇതര വരുമാനത്തിൽ വരുന്നത് നമ്മളുടെ ലോട്ടറിയിൽ നിന്നാണ്. എല്ലാ വർഷവും ലോട്ടറി അടിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, അത് നമ്മളുടെ കേരള ഗവൺമെന്റിനാണ്. എല്ലാ വർഷവും 71% നോൺ ടാക്സ് റവന്യൂ വരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ എവിടെ നിന്നാണ്? ലോട്ടറിയിൽ നിന്നാണ്. ഇനി റവന്യൂ ക്ലിയർ ആയിരുന്നത്, ടാക്സ് റവന്യൂ എവിടെ നിന്നാണ് വരുന്നത്? GSTയിൽ നിന്നാണെന്നൊക്കെ പറയുമെങ്കിലും മദ്യം 37% മദ്യം 37% മദ്യം വിറ്റില്ല എങ്കിൽ നമ്മളുടെ ടാക്സ് റവന്യൂ എവിടെ കിടക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സെക്കൻഡ് കേസ് ലോട്ടറി. നമ്മളുടെ അത് നോൺ ടാക്സ് റവന്യൂസ് വരുന്നത് എവിടെ നിന്നാണ്? 71% വരുന്നത് ലോട്ടറിയിൽ നിന്നാണ്. കേരളം കടമെടുക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് കേരളം കടമെടുക്കുന്നുണ്ട്. കിഫ്ബി പോലെയുള്ള സാധനങ്ങളുണ്ട്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് അതിനെ പറയുന്നു. ബഡ്ജറ്റിൽ നമ്മൾ കാണിക്കില്ല. ബഡ്ജറ്റിൽ കാണിക്കുന്നത് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ GDP-യുടെ അല്ലെങ്കിൽ GSDP-യുടെ, നമ്മളുടെ സ്റ്റേറ്റിന്റെ GDP-യുടെ 37% നമ്മൾ ലോൺ എടുക്കുന്നുണ്ട്. ഒരു വർഷം സ്റ്റേറ്റിന്റെ 37% GSDP-യുടെ ലോൺ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോ UP-യുടെ, നമ്മളുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യുടെ എക്കോണമിക് കണ്ടീഷൻ ആണോ ബെറ്റർ? കേരളത്തിനൊരു ഫിസിക്കൽ കൺസേണുകൾ ഉണ്ട് കുറച്ച് നാളുകളായിട്ട്. നമ്മൾ കേരളത്തിൽ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല, കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം എന്താണ്? ലാൻഡിന്റെ പ്രൈസ് കൂടുതലാണ്, കൺസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ നിലനിൽക്കുന്നത്. ദെൻ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അതിപ്പോ മാറുന്നുണ്ട്. നമ്മളുടെ ഇന്നോവേഷൻ ഇൻഡെക്സ് ഒക്കെ വന്നിട്ട് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ചും കൂടി നോളജ് എക്കോണമിയിലേക്ക് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ഒക്കെ ഗംഭീര ബഡ്ജറ്റാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ബഡ്ജറ്റുകൾ തന്നെ ഗംഭീര ബഡ്ജറ്റുകളാണ്. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോളജ് എക്കോണമിയാണ് കഴിഞ്ഞാലും, ദെൻ വിഴിഞ്ഞം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റുകളൊക്കെ നല്ല വിഷനോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷേ നമുക്കൊരു ഫിസിക്കൽ കൺസേൺ ഉണ്ട്. നമുക്ക് ഒരു 37% സ്റ്റേറ്റിന്റെ GSDP-യുടെ കടമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ UP-യുടെ ഫിസിക്കൽ കൺസേണുകളാണോ? കാരണം അവർ 37,000 രൂപ എന്ത് ക്രിയേറ്റ് ചെയ്തു? 37,000 രൂപ റവന്യൂ റെസീപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ സർപ്ലസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത് നല്ല കാര്യമാണോ? അങ്ങനെയല്ല. UP-യും ഈ ലോണുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ റവന്യൂ റെസീപ്റ്റുകൾ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രാൻസ് ഇൻ എയ്ഡുകൾ കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? ഗ്രാൻസ് ഇൻ എയ്ഡുകൾ, സെൻട്രൽ സെക്ടർ ഗ്രാൻസ് ഇൻ എയ്ഡുകൾ കിട്ടുന്നുണ്ട്. ദെൻ വേറെ എന്താ അവർക്ക് കിട്ടുന്നത്? അവർക്ക് ലാൻഡിന്റെ വില കുറവാണ് അവിടെ. കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ മാനുഫാക്ചേഴ്സിനെ അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറാനായിട്ടൊക്കെ UP-ക്ക് സാധിക്കും. ഇതിൽ നിന്നെല്ലാമാണ് UP ഈ ഒരു സർപ്ലസിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ UP-യുടെ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കൊട്ടി ആഘോഷിക്കാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. റവന്യൂ സർപ്ലസ് ഉണ്ട്, പക്ഷേ ക്യാപിറ്റൽ സർപ്ലസ് ഇല്ല. അങ്ങനെയുള്ള ചെറിയ എക്കോണമിക്സ് ടേമുകൾ മാത്രമാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 37,000 കോടി രൂപ റവന്യൂ സർപ്ലസ് ഉണ്ടാക്കി എന്ന് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്താണ്? ചില സ്റ്റേറ്റുകൾ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പല സ്റ്റേറ്റുകളും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ പറഞ്ഞു. മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, ഈ മേജർ ഏരിയയിലാണ് ഇന്ത്യയിലെ 70% എക്സ്പോർട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ലാഭം ഉണ്ടാക്കും. അതിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെയുള്ള ബേസിക് ഇൻഫോർമേഷനുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഒരു UP ആണ് പ്രവർത്തന ലാഭം കൂടുതൽ, ദെൻ നമ്മളുടെ കേരളം താഴെയാണ് എന്നൊന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ കേരളത്തിന് എന്തുണ്ട്? കേരളത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ഡിസ്കഷൻ ആദ്യാവസാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ ചെറുതായിട്ട് രീതിയിൽ ട്രോൾ ചെയ്യുന്നത് കാണാം. തുടക്കത്തിൽ തന്നെ ലോട്ടറി കേരളത്തിൽ എടുത്തു പറയുന്നതൊക്കെ രണ്ടാമത്തെ പാരഗ്രാഫിലാണെങ്കിലും അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. മനസ്സിലാക്കുക, കേരളത്തിന് എന്തുണ്ട്? കേരളത്തിന് ഒരു ക്രൈസിസ് ഉണ്ട്. ക്രൈസിസ് അല്ല, ചില പ്രശ്നങ്ങളുണ്ട്, കൺസേണുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളം അത്ര വലിയ ഫിനാൻഷ്യൽ ക്രൈസിസുകളിലേക്കൊന്നും അല്ല പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കൊന്നും അല്ല പോകുന്നത്. നമുക്ക് വളരെ നല്ലൊരു
കൺസപ്ഷൻ എക്കോണമി ആണ് കൂടുതലായിട്ടുള്ളത്. സോ അതിനെ മാറ്റിയിട്ട് നമ്മൾ ഈ നോളജ് എക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോയി കഴിയുമ്പോൾ എന്താ പ്രശ്നം? നമ്മളുടെ കരൂരില് 40 പേരാണ് നമ്മളുടെ വിജയ് സിനിമ നടൻ വിജയുടെ റാലിയില് മരിച്ചു വീണത്. 40 പേര് ഒരു റാലിയില്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിൽ 40 പേരാ മരിച്ചു വീഴുന്നത്. സോ ഇവിടെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യണേ? സ്റ്റാമ്പേഡിന്റെ ഡിസ്കഷൻ എന്തെങ്കിലും പറയണോ? ഒരു 3 പ്രാവശ്യമെങ്കിലും സ്റ്റാമ്പേഡിന്റെ ഡിസ്കഷൻ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ കുറവങ്കോണം നമ്മളുടെ യു പിയില് കുംഭമേള നടക്കുന്നതിന്റെ ഇടയിൽ, കുറവങ്കോണം തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ്, ആ സ്ഥലമല്ല, നമ്മളുടെ കുംഭമേള നടക്കുന്നതിന്റെ ഇടയിൽ എന്താണ് 40 പേരെന്തോ ഇതുപോലെ മരിക്കുന്നുണ്ട്. ദെൻ വേറെ RCB ജയ്സേന്റെ ആഘോഷ പ്രകടനത്തിൽ 10-20 പേര് പോയി മരിച്ചിട്ടുണ്ട്. 10-20 ആണെന്ന് അറിയില്ല, ഒരു 10 പേരെന്തോ മരിച്ചിട്ടുണ്ട്, മിനിമം 10 പേര് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദെൻ അല്ലു അർജുൻ സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാമ്പേഡ് നടന്നു. ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റാമ്പേഡ് നടന്നു. സോ ഇതെല്ലാം ഈ 4 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. അതെ, ഈ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ UPSC പെർസ്പെക്റ്റീവിലേക്ക് വരാം. അതിന്റെ കഥയൊക്കെ നമുക്ക് വിടാം. UPSC പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? UPSC പെർസ്പെക്റ്റീവില് നമ്മൾ ചേസ് ലോസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 2 നിയമങ്ങൾ പറഞ്ഞു. എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം കുറ്റകരമാണ്, അല്ലെങ്കിൽ അത് നേരിടേണ്ടത് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം പ്രതിരോധിക്കേണ്ട ഒന്നാണ്. ദെൻ IPC-യിൽ 304A വകുപ്പ് എന്താണ്? ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാം. ദെൻ അത് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വന്നപ്പോ എന്തായി? സെക്ഷൻ 106, ജസ്റ്റ് ഒരു സെക്കൻഡ്, സെക്ഷൻ 106 പ്രകാരം എന്തായി? കുറ്റകരമായി. എന്നാൽ അത് മാത്രമാണോ? അല്ല, എന്തുണ്ട്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് ഉണ്ട്. 1991 പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്. ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാല് ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് തീരുമാനിക്കുന്ന ഒരു ആക്ട് ആണ്, അല്ലെങ്കിൽ അവരെ ലയബിൾ ആക്കുന്ന ഒരു ആക്ട് ആണ് എന്ത്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്. ഓക്കെ, സോ ഇതാണ് മേജർ ആയിട്ടുള്ള നിയമങ്ങൾ. ദെൻ ചേസ് ലോസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 2000 ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, സുപ്രീം കോടതിയുടെ ഒരു ഡയറക്റ്റീവ് ഉണ്ട്. ദെൻ പഞ്ചാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിലാണ് ആ ഒരു ഡയറക്റ്റീവ് വന്നിരിക്കുന്നത്. ശബരിമലയിൽ പ്രശ്നം ഉണ്ടായി 2011. അപ്പോ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. എന്തുണ്ട്? കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ്. 2014 രാഹുൽ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ ആ ഒരു കേസിലും ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 3 കേസ് ലോസ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. 2000 സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്, 2011 ശബരിമല കേസ്, ദെൻ 2014 രാഹുൽ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ 3 കേസുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ ഡിസ്കഷൻ. ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ വരുന്നത്, എംഗൽസ് പോസ്. സോ എംഗൽസ് പോസ് എന്താണെന്ന് ഓർത്തിരിക്കുക. മെയിൻസ് ആൻസർ റൈറ്റിംഗുകളിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സെഷനാണ് ഈ എംഗൽസ് പോസ്. ആൻസറിൽ ചില മാർക്കുകൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സെഷനാണ് ഈ എംഗൽസ് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ എല്ലാ കമന്റുകളും, നിങ്ങളുടെ എല്ലാ മെസ്സേജുകളും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ.